ഹലോ ഗ്ലോറിയ വെബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൽപ്പറ്റയിൽ ലോഡ് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നതാണ്. പിള്ളേരെ കൂട്ടിയിട്ട് ചുങ്കക്കുന്ന് പോകാനുള്ള പ്ലാനിലാണ് വന്നത്. നമ്മുടെ ഇടവക പള്ളിപ്പെരുന്നാളാണ്. ചുങ്കക്കുന്ന് ഒറ്റപ്ലാവ് അൽഫോൺസപ്പള്ളിയുടെ പള്ളിപ്പെരുന്നാളാണ്. അങ്ങനെ നമ്മുടെ പ്ലാനിംഗ് ഒക്കെ പൊളിഞ്ഞു. രാവിലെ എണീറ്റപ്പോൾ പോപ്പിക്കൂട്ടന് ലൂസ് മോഷനും അതുപോലെ തന്നെ വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു. രാവിലെ തന്നെ പിള്ളേരെയും കൂട്ടി ചുങ്കക്കുന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പോൾ അവനൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് കുറവുണ്ടെങ്കിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഇപ്പം ഇരിക്കുന്നത്. വെളുപ്പിന് ഒരു 4 മണിക്ക് തുടങ്ങിയ വൊമിറ്റിംഗ് ആയിരുന്നേ. വൊമിറ്റിംഗ് കഴിക്കുന്നത് ഒരു വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിച്ചു പോവാണ്. നമുക്ക് വീടിന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വടുവഞ്ചാൽ ഫാമിലി ഹോസ്പിറ്റലാണ്. ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലിനിക്കും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്ന ഫാമിലിയിലേക്കാണ്. അപ്പോൾ എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ ബസ്സിൽ ഒരുപാട് കയറിയിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സ്. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് വടുവഞ്ചാലിലേക്ക് വരുന്ന ബസ്സാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്നത് ഫാമിലി ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴത്തേക്കും പോപ്പിക്കുട്ടിന് ഉഷാറായിട്ടോ. പിന്നെ ചിരിയും കളിയൊക്കെ ആയി. നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മെയിൻ ഡോക്ടർ എന്ന് പറയുന്നത് കാൽവിൻ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പോപ്പിക്കുട്ടിനോട് വെയിറ്റ് എത്രയാന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അതിനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞ് പൾസ് നോക്കാനിരുന്നു. ഇവൻ ഭയങ്കര ചിരിയാണ് കേട്ടോ. വീട്ടിൽ കണ്ട ആളേ അല്ല, ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് ആളാകെ മാറിപ്പോയി. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഒരു കോളിലായിരുന്നു. പോപ്പിക്കുട്ടിന് അവിടെ ഇരുന്നിട്ട് അതെന്താ അമ്മേ ഇതെന്താ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോപ്പിക്കുട്ടിന് ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് ഒബ്സർവേഷനിൽ ഇരുത്തിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 20 മിനിറ്റിന് വേണ്ടി കാത്തിരിക്കുവാണ്. ടാബ്ലറ്റ് കഴിച്ച് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ ഹോട്ടലിലെത്തി. പോപ്പിക്കുട്ടനോട് എന്നാടാ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ദോശ മതി എന്ന് പറഞ്ഞു. പോപ്പിക്കുട്ടൻ ദോശയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവന് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളും ദോശ തന്നെ ഓർഡർ ചെയ്തേ. അപ്പോൾ ദോശ എത്തിയിട്ടുണ്ട്, നല്ല ചൂട് ദോശയായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒന്നുകൂടെ ഡോക്ടറെ കാണിച്ച് ഒരു 10 മിനിറ്റ് വരെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. വൊമിറ്റിംഗ് പിന്നെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് തന്നെ, അധികം ദൂരമൊന്നുമില്ല. ഫുഡ് കഴിച്ച് 20 മിനിറ്റ് വരെ ഒബ്സർവേഷനിൽ ഇരുന്നു. അത് കഴിഞ്ഞപ്പം വോമിറ്റിംഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിനൊക്കെ എഴുതി തന്നു. അത് വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുവാണ്. പോപ്പിക്കുട്ടിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചുങ്കക്കുന്ന് പോകണടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അസുഖമൊക്കെ മാറി. ഇനി നമ്മൾ ടാബ്ലറ്റ് ഒക്കെ വാങ്ങി നേരെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോനൂസിനോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ചെന്നതും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പോകാനായിട്ട് നോക്കുവാണ്. അങ്ങനെ ആ ടാബ്ലറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോപ്പിക്കുട്ടൻ തന്നെ സ്റ്റാൻഡ് തട്ടി മാറ്റുന്നുണ്ട്. പിന്നെ വണ്ടി കയറി ഇരുന്നിട്ട് പോപ്പിക്കുട്ടൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ചേട്ടായിനെ പറ്റിക്കണം, എന്നെ ഇഞ്ചക്ഷൻ ചെയ്തു എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. വീട്ടിലെത്തിയത് റോനൂസ് റോഡ് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. കള്ളക്കഥ നന്നായിട്ട് അവതരിപ്പിച്ച് സന്തോഷത്തിലാണ് കേട്ടോ പോപ്പിക്കുട്ടൻ. ഓക്കെ, താങ്ക്